പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിൽ തന്നെ ആദ്യം പറയാനുള്ളത് നമ്മുടെ കേരള നിയമസഭയിൽ നടത്തിയിട്ടുണ്ടായിരുന്ന കുറച്ച് കോലാഹലങ്ങൾ, PSCയുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കോലാഹലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുണ്ട്. അതിൽ തന്നെ ആദ്യം പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരള PSC പരീക്ഷകളിൽ എല്ലാ പരീക്ഷയും നടത്തി അവസാനം ആൻസർ കീ വരുമ്പോഴത്തേക്കും ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി എന്ത് ചെയ്തു, നിയമസഭയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബഹുമാന്യപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു കാര്യമേ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായി ഇതിനെക്കുറിച്ച് ഒരു ബോധം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ഒരു വാദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് വാർത്തയ്ക്കകത്ത് പറയുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അന്തിമ ഉത്തര സൂചികയിലെ ന്യൂനതയുടെ പേരിൽ ഈ വർഷം PSC പരീക്ഷകളിൽ നിന്നും ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് നിയമസഭയിൽ അൻവർ സാദത്തിന്റെ ചോദ്യം. അതിനൊരൊറ്റ മറുപടി മാത്രമേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. ഒക്ടോബർ 7-നായിരുന്നു നിയമസഭയിൽ ഈ ചോദ്യവും ഉത്തരവും വന്നിട്ടുണ്ടായിരുന്നത്. പ്രാഥമിക ഉത്തര സൂചികയിലെ പിഴവിനെ തുടർന്ന് അടുത്തിടെ നൂറുകണക്കിന് ചോദ്യങ്ങൾ കേരള PSC പരീക്ഷകളിൽ നിന്ന് ഒഴിവാക്കി അന്തിമ ഉത്തര സൂചിക പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതാണ് നിയമസഭയിൽ ഉന്നയിക്കാനായിട്ട് MLA ഉദ്ദേശിച്ചതെന്ന് വ്യക്തം. അപ്പോ ചോദ്യം ഒഴിവാക്കലിന്റെ യഥാർത്ഥ കാരണം എന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അതൊന്ന് വായിച്ചു നോക്കാം. PSC ചോദ്യങ്ങളിൽ പ്രാഥമിക ഉത്തര സൂചികയിലെ ന്യൂനത അല്ലെങ്കിൽ കാരണമാണ് ചോദ്യങ്ങൾ ഒഴിവാക്കാറുള്ളത്. ഈ ന്യൂനത തിരുത്തിയതിനു ശേഷമാണ് അന്തിമ ഉത്തര സൂചികകൾ പ്രസിദ്ധീകരിക്കുന്നത്. അന്തിമ ഉത്തര സൂചികയിലെ ന്യൂനത കാരണം ചോദ്യങ്ങൾ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് വ്യക്തമാകുമോ എന്നായിരുന്നു അൻവർ സാദത്ത് MLAയുടെ ചോദ്യം. ചോദ്യങ്ങളിലെ സാങ്കേതികമായിട്ടുള്ള വഴിമാറ്റം കാരണം ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെന്ന് മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് എളുപ്പമായി. എന്നാൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? ഇക്കൊല്ലം മാത്രം ഒഴിവാക്കിയത് കേരള PSCയിൽ ഏകദേശം 300-ലധികം ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ ഒഴിവാക്കി അന്തിമ ഉത്തര സൂചിക പ്രസിദ്ധീകരിക്കാൻ PSC നിരന്തരം തുടരുകയാണ് ഈ കാര്യം. ഈ വർഷം മാത്രം എന്ന് പറഞ്ഞാൽ 2024 മാത്രം സെപ്റ്റംബർ വരെ OMR പരീക്ഷകളിൽ നിന്ന് PSC ഒഴിവാക്കിയത് ഏകദേശം 300-ലേറെ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിൽ അവ്യക്തത, ഉത്തരമില്ലാത്ത ഒന്നിലധികം ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അക്ഷരത്തെറ്റുകൾ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ചോദ്യങ്ങളിലെ ഒഴിവാക്കലുകൾ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ 2024 5ഉം അതിലധികവും ചോദ്യങ്ങൾ ഒഴിവാക്കിയ പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 5ൽ കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കിയ പരീക്ഷകളാണ് ഇതിനകത്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 28 പരീക്ഷകൾ എന്ത് ചെയ്യുന്നുണ്ട്, 5ൽ കൂടുതൽ പരീക്ഷകൾ അല്ലെങ്കിൽ 5ൽ കൂടുതൽ ചോദ്യങ്ങൾ കേരള PSC ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചോദിച്ചതും പറഞ്ഞതും എന്ന് പറഞ്ഞിട്ട് അതുകൂടി ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത തന്നതിന് എന്തായാലും ആദ്യമേ തൊഴിൽവീതിക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നതെന്ന്. 2024 നടന്ന ഏതെല്ലാം PSC പരീക്ഷകൾക്ക് അന്തിമ ഉത്തര സൂചികയിലെ ന്യൂനത കാരണം ചോദ്യങ്ങൾ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കാമോ? പരീക്ഷകളും ചോദ്യങ്ങളുടെ എണ്ണവും സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കാമോ? അപ്പോൾ അതിനൊരൊറ്റ ഉത്തരമാണ് നമ്മുടെ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. എന്താണ്? ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. PSC നടത്തുന്ന 90% പരീക്ഷകളിലും 5%-ഓളം ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ആത്മവിശ്വാസം തകർക്കുന്ന വിധം അന്തിമ ഉത്തര സൂചികയിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പരിശോധിക്കാൻ നടപടി സ്വീകരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം പറയുന്നത് പ്രാഥമിക ഉത്തര സൂചിക സംബന്ധിച്ച് ലഭിക്കുന്ന പരാതികളിൽ വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് അന്തിമ ഉത്തര സൂചിക തയ്യാറാക്കുന്നത്. കുറ്റമറ്റ രീതിയിൽ ചോദ്യങ്ങളും ഓപ്ഷനുകളും ഉത്തരങ്ങളും നൽകാൻ PSC നടപടി കൈക്കൊണ്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. PSC പരീക്ഷകൾക്ക് ന്യൂനത ഇല്ലാതെ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കാൻ നടപടി സ്വീകരിക്കുമോ വ്യക്തമാക്കൂ എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നത് ആവശ്യമായ നിർദ്ദേശങ്ങൾ PSC സെന്റർമാർക്ക് അല്ലെങ്കിൽ PSC സെന്റർമാർക്ക് നൽകി വരുന്നുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ട്രേഡ്സ്മാൻ ഒറ്റ പരീക്ഷയിൽ നിന്നും മാത്രം ഒഴിവാക്കിയത് 34 ചോദ്യങ്ങളാണ്. ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന പരീക്ഷയിൽ മാത്രമായിട്ട് ഒഴിവാക്കിയത് 34 ചോദ്യങ്ങളാണ്. ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെ നടത്തിയ 28 പരീക്ഷകളിൽ നിന്നും 5-ലധികവും ചോദ്യങ്ങൾ വീതം ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ 205 ചോദ്യങ്ങളാണ് ഇത്രയും പരീക്ഷകളിൽ നിന്ന് ഒഴിവാക്കിയത്. 60 ട്രേഡുകളിലായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തിയ ട്രേഡ്സ്മാൻ പരീക്ഷ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തിയ ട്രേഡ്സ്മാൻ പരീക്ഷയിൽ 34 ചോദ്യങ്ങളാണ് ഒഴിവാക്കിയത്. ഈ വർഷത്തെ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ 31 ചോദ്യങ്ങളാണ്. ഇതിൽ 16 ചോദ്യങ്ങളും ജൂൺ 15 നടത്തിയ 3ാം ഘട്ട പരീക്ഷയിൽ നിന്നായിരുന്നു.
അപ്പോൾ 100ഓളം ചോദ്യങ്ങൾക്ക് പ്രാഥമിക ഉത്തരസൂചികൾ നൽകിയ ഉത്തരങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, തിരുത്തൽ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ കീ. അപ്പൊ എന്തായാലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോകുമ്പോഴത്തേക്കും 100 ചോദ്യങ്ങളിൽ നല്ല ചോദ്യങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഉദ്യോഗാർത്ഥിയുടെ എന്താണ്, അവന്റെ ബേസിക് റൈറ്റ് ആണല്ലേ. അതുപോലെ തന്നെ KSന്റെ വിജ്ഞാപനം ഇനി എത്ര കാലം കാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താണ്, മുൻ ലിസ്റ്റ് റദ്ദായി 2 വർഷമായി, പുതിയ വിജ്ഞാപനം വന്നിട്ടില്ല. 2 വർഷത്തിൽ ഒരിക്കൽ വിജ്ഞാപനം വരുമെന്ന് പറയുന്ന പ്രഖ്യാപനവും എന്ത് ചെയ്തിട്ടുണ്ട്, പൊളിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹൈക്കോടതി ഓഫീസ് അറ്റൻഡന്റിന്റെ പരീക്ഷ 20-ാം തീയതി നടക്കുന്നുണ്ട്. നോൺ വൊക്കേഷണൽ ബയോളജി ടീച്ചറിന്റെ റാങ്ക് ലിസ്റ്റിൽ 76 പേര് വരുന്നുണ്ട്. ദേവസ്വം നിയമന തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായിട്ട് ദേവസ്വം ബോർഡ് തന്നെ വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലായിട്ട് തന്നെ OMR ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് കാർട്ടൂൺ കാണുന്നുണ്ട്. സത്യം പറഞ്ഞ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ചിരിയാൻ വരുന്നത്. വേറെ ഒന്നുമല്ല, അന്തിമ ഉത്തര സൂചികയിലെ ന്യൂനത കാരണം ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. അപ്പൊ നമ്മൾ പരീക്ഷയിൽ നമ്മൾ കണ്ടതൊക്കെ വെറും മായ എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ LDC ചോദ്യങ്ങൾക്ക് ഓഫീസ് അറ്റൻഡർ പരീക്ഷയിലും PSC ചോദ്യത്തിനും ക്ഷാമം. അപ്പൊ ഞാൻ ഓഫീസിന്റെ അറ്റൻഡർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ പറഞ്ഞാണല്ലേ. അപ്പൊ ഏകദേശം 7 ചോദ്യങ്ങളാണ് സെയിം എന്ന് പറഞ്ഞാല് മുന്നേ നടത്തിയ നമ്മുടെ ഒക്ടോബർ 8 നടത്തിയ PSC പരീക്ഷയിലെ സെയിം ക്വസ്റ്റ്യൻസ്, ഒക്ടോബർ 5 നടത്തിയ PSC പരീക്ഷയുടെ സെയിം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു, ഒക്ടോബർ 8 പരീക്ഷയ്ക്ക് വരുന്നു അല്ലേ. നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ 7 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. സീവിംഗ് ടീച്ചറിന്റെ 7 ചോദ്യങ്ങൾ ഒഴിവാക്കി 5 ഉത്തരം തിരുത്തി. ചോദ്യപേപ്പർ വിവാദം ഗൂഗിൾ പിഴവ് തിരുത്തി എന്ന് പറയുന്നുണ്ട്. ഒക്ടോബർ 5 എറണാകുളം, വയനാട് ജില്ലകളിൽ നടന്ന LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യം പ്രസിദ്ധീകരിച്ച സമയത്തിൽ സെർച്ച് റിസൾട്ട് പേജിൽ വന്ന പിഴവ് ഗൂഗിൾ തിരുത്തി. 5 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ 4 വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായിട്ട് പേജിലുണ്ടായിരുന്നു. PSC നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗൂഗിൾ പിഴവ് തിരുത്തുകയായിരുന്നു. ഇതിന് മുൻപ് നടന്ന ചില PSC പരീക്ഷകളുടെ ചോദ്യങ്ങളും മുൻകൂട്ടി പ്രസിദ്ധീകരിച്ചതായി ഗൂഗിളിലുണ്ട്. ഇതിനെതിരെയും PSC പരാതി നൽകിയിട്ടുണ്ട്. അപ്പൊ ഗൂഗിളിന്റെ പിഴവാണെന്നാണ് തന്നെയാണ് പറയുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്ത വാർത്തയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ടൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് 2025 നടക്കാൻ സാധ്യതയുള്ള നമ്മുടെ പോലീസ് പരീക്ഷ, അതുപോലെ തന്നെ എക്സൈസ്, എക്സൈസ്, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ഇത്രയും കോഴ്സുകളുടെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ, ക്ലാസ്, അതിന്റെ നോട്ട്സ്, PDF മെറ്റീരിയൽസ്, മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ, ഇത്രയും ഉൾപ്പെടുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 4 ബാച്ചുകൾ ഒരുമിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം, ഫോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ച് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 999 രൂപയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ 9961169272. ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സാപ്പിൽ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയക്കുക. നിങ്ങൾ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല, കോൾ ചെയ്യേണ്ട. ഇത് വാട്സാപ്പ് നമ്പറാണ് കേട്ടോ. അപ്പൊ അഥവാ നിങ്ങൾക്ക് ഇനി ഈ പറയുന്ന പോലീസിന് മാത്രം ജോയിൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ എക്സൈസിന് മാത്രം ജോയിൻ ചെയ്താൽ മതി, പോലീസും എക്സൈസും മതി, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. എന്താണ്, പോലീസ് എക്സൈസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാൽ മതി. സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ജോയിൻ ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും അടുത്ത വാർത്തയിലേക്ക് പോവാം. ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് സ്ഥിര നിയമനം ഇനിയും വൈകിക്കരുതെന്ന് പറയുന്നുണ്ട് അല്ലെ. സംസ്ഥാനത്തെ ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പിരീഡ് അടിസ്ഥാനത്തിൽ തസ്തിക നിർണയം നടത്തുന്ന സ്ഥിരം അധ്യാപകരെ നിയമിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഇനിയും വൈകരുത്. ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ താൽക്കാലിക തസ്തിക സൃഷ്ടിക്കാനുള്ള സർക്കാരിന്റെ നിയമവ്യവസ്ഥയോടും തൊഴിലന്വേഷകരോടുമുള്ള കടുത്ത അവഹേളനമാണ് ഇത് എന്ന് പറയുന്നുണ്ട്. കാരണം റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് പറയുന്ന സ്ഥിരം ആൾക്കാരെ നിയമിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും PSC അതിന് തയ്യാറാവുന്നില്ല, സർക്കാർ അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ വിഷമജനകമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ ലിസ്റ്റുകളിലും ഷോർട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, സിവിൽ പോലീസ് ഓഫീസർ ഷോർട്ട് ലിസ്റ്റുകളിലും ആളെ കുറച്ച് കേരള PSC. എന്തായാലും ആളെ കുറയ്ക്കുന്നത് നല്ല കാര്യം തന്നെയായിട്ടാണ് ഞാൻ പറയുന്നത്. കാര്യം ഒരു 2000 പേരുള്ള ഒരു ലിസ്റ്റ് ഇറക്കിയിട്ട് എന്താണ് കാര്യം അല്ലേ. 2000 പേരുള്ള ലിസ്റ്റ് ഇറക്കിയിട്ട് അതിൽ നിന്നൊരു 500 പേരെ എടുക്കുന്നതിനേക്കാളും ഒരു 800 പേരുള്ള ലിസ്റ്റ് ഇറക്കിയ ശേഷം അതിൽ നിന്നൊരു 500-600 പേരെ എടുക്കുന്ന നല്ല കാര്യമല്ലേ. പക്ഷെ ഈ പറയുന്ന 500 പേരെയും 800 പേരെയൊക്കെ എടുക്കണം എന്നുള്ള കാര്യമാണ്. കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിസ്റ്റുകൾ ചുരുക്കുന്നത് ആൾക്കാരെ എടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അതിന് യാതൊരു വിലയും കൊടുക്കാതെ ഇത്രയും കാലമായിട്ടും ഏകദേശം 7 മാസം പിന്നിടുമ്പോഴും CPO റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കുകാരന് പോലും ഷോർട്ട് അഡ്വൈസ് മെമ്മോ അയച്ച് ജോലി കൊടുക്കാത്തത് വളരെ വൃത്തികെട്ട ഒരു നയമായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൊടുക്കുന്ന വാക്കിനും പറഞ്ഞ വാക്കിനും വില ഉണ്ടാവണമെന്ന് പറയുന്നത്
വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം 7 മാസം എന്താ പിന്നിട്ടു. ഇനി നിങ്ങൾ അടുത്ത പറയുന്ന അത്രയും ബാക്കിയുള്ള സമയം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത്? എന്തായാലും പഠിച്ച് ജോലിയിൽ കയറുന്നവനെ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറുന്നവനെ നോക്കുകുത്തിയാക്കുന്ന ഈ വൃത്തികെട്ട നയം ഇതോടുകൂടി എങ്ങനെ അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. അടുത്ത ചോദ്യം, അടുത്ത ഒരു വാർത്ത എന്ന് പറയുന്നത് സർവകലാശാല അസിസ്റ്റന്റ് 14 പേർക്ക് കൂടി ഉടനെ നിയമനം വരുന്നുണ്ട്. നല്ല കാര്യം. ബിവറേജ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ബിവറേജ് എൽ ഡി ബിപ്കോ എൽ ഡി സിയുടെ 65 പേർക്ക് കൂടി നിയമനം വരുന്നുണ്ട്. നല്ല കാര്യം. ട്രേസർ ഓവർസിയർ 31 നിയമനങ്ങൾ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഷൻ ഓഫീസർ നിയമന ശുപാർശ തുടങ്ങിയിട്ടുണ്ട്. LDC അവസാനഘട്ട പരീക്ഷ 19-ാം തീയതിയാണ് കേട്ടോ. ഇന്ന് 14-ാം തീയതിയാണ്. 19-ാം തീയതിയാണ് നമ്മുടെ അവസാനഘട്ട പരീക്ഷ. അവസാനഘട്ട പരീക്ഷ എന്ന് പറയുന്നത് ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ 2 ജില്ലകളിലായിട്ട് 670 പരീക്ഷാ സെന്ററുകളുണ്ട്. അപ്പൊ എന്തായാലും പരീക്ഷ ഉള്ളവർ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള 4 തസ്തികയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. 2 തസ്തികയിലേക്ക് സാധ്യതാ ലിസ്റ്റ് വരുന്നുണ്ട്. PSC ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, അതുപോലെ തന്നെ നമ്മുടെ ഇന്റർവ്യൂസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ബോക്സിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ PSC അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് LGS തൃശ്ശൂർ, LGS ഇടുക്കി, JHI ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തിരുവനന്തപുരം, കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയൊക്കെ അഡ്വൈസ് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫോഴ്സ് 2025 ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത് ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് ഇന്ന് തന്നെ അയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്ന് മതി. ഇപ്പോൾ CPO മാത്രമാണെങ്കിൽ അവൈലബിൾ ആണ്, എക്സൈസ് മാത്രമാണെങ്കിൽ അവൈലബിൾ ആണ്, ഫയർഫോഴ്സ് മാത്രമാണെങ്കിൽ അവൈലബിൾ ആണ്, ഫോറസ്റ്റ് ഓഫീസർ മാത്രമാണെങ്കിൽ അവൈലബിൾ ആണ്. ഇപ്പൊ മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പേയ്മെന്റ് ചെയ്താൽ മതി? 999 രൂപ പേയ്മെന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ എത്തിച്ചെടുക്കുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.